അങ്ങനെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ വലുതായിട്ടാ. ഈ പ്രായത്തിലാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. ഇതിലും ചെറുതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞിലെ വാങ്ങിക്കൊണ്ട് വന്നതാ. സ്റ്റാർട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു 1 മാസം. പിന്നെ അവരൊരു മാസം കഴിയുമ്പോൾ കുത്തിവെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തില്ല. ഞാനെന്താ ചെയ്യാറെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പനിക്കൂർ കടലുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. അത് മതി കേട് വരാണ്ടിരിക്കാനായിട്ട്. പിന്നെ കൂട്ടിലല്ലേ, പുറത്തൊന്നും ഇറങ്ങി നടക്കണമെന്നില്ലല്ലോ. അതിട്ട് കൊടുത്തിട്ടാണ് ഇവരിപ്പോൾ ഈ വലുപ്പത്തിലേക്ക് എത്തിയത്. നല്ല വലുപ്പമായിട്ടാ. ഇത് എൻ്റെ നടുവിലത്തെ വലുപ്പമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ ആണ്. ശരിക്കുള്ള വലുപ്പം, ഇപ്പോഴത്തെ ലൈവായിട്ടുള്ള വലുപ്പം ഇതാണ്. കണ്ട, ഭയങ്കര കൊത്തല. കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ കൊത്തിണ്ട് എടുക്കും. എപ്പോഴും ഫുഡ് വേണം. ഇപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ചോറും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സുകളുടെ തൊലി എല്ലാം കഴിക്കും. എന്ത് കിട്ടിയാലും ഞങ്ങൾ തിന്നോളാന്നുള്ള നിലപാടാണ് അവർ. കണ്ട, പക്ഷെ ഭയങ്കര സ്നേഹമാട്ടാ. അടുത്ത് ചെന്ന് ഞാൻ അവരെ എടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോരാ രാവിലെ. പിന്നെ പച്ചക്കറിയുടെ നനയും അവരെ ശുശ്രൂഷിക്കലും ഒക്കെ അങ്ങനെയായിട്ട് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. കണ്ട, വെള്ളക്കുട്ടി നല്ല രസമില്ലേ കാണാൻ? ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി വന്നിങ്ങനെ നിൽക്കും നമ്മുടെ അടുത്തേക്ക്. പിന്നെ നായ്ക്കളുടെ ശല്യമുള്ള കാരണം പുറത്തിറക്കി വിടാനൊന്നും പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറക്കി പറമ്പിലൊക്കെ നടക്കും. ഇതിപ്പോൾ അതൊന്നും പറ്റില്ല. ഓക്കെ, ബായ്. അങ്ങനെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ വലുതായിട്ടാ. ഈ പ്രായത്തിലാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. ഇതിലും ചെറുതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞിലെ വാങ്ങിക്കൊണ്ട് വന്നതാ. സ്റ്റാർട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു 1 മാസം. പിന്നെ അവരൊരു മാസം കഴിയുമ്പോൾ കുത്തിവെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തില്ല. ഞാനെന്താ ചെയ്യാറെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പനിക്കൂർ കടലുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. അത് മതി കേട് വരാണ്ടിരിക്കാനായിട്ട്. പിന്നെ കൂട്ടിലല്ലേ, പുറത്തൊന്നും ഇറങ്ങി നടക്കണമെന്നില്ലല്ലോ. അതിട്ട് കൊടുത്തിട്ടാണ് ഇവരിപ്പോൾ ഈ വലുപ്പത്തിലേക്ക് എത്തിയത്. നല്ല വലുപ്പമായിട്ടാ. ഇത് എൻ്റെ നടുവിലത്തെ വലുപ്പമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ ആണ്. ശരിക്കുള്ള വലുപ്പം, ഇപ്പോഴത്തെ ലൈവായിട്ടുള്ള വലുപ്പം ഇതാണ്. കണ്ട, ഭയങ്കര കൊത്തല. കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ കൊത്തിണ്ട് എടുക്കും. എപ്പോഴും ഫുഡ് വേണം. ഇപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ചോറും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സുകളുടെ തൊലി എല്ലാം കഴിക്കും. എന്ത് കിട്ടിയാലും ഞങ്ങൾ തിന്നോളാന്നുള്ള നിലപാടാണ് അവർ. കണ്ട, പക്ഷെ ഭയങ്കര സ്നേഹമാട്ടാ. അടുത്ത് ചെന്ന് ഞാൻ അവരെ എടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോരാ രാവിലെ. പിന്നെ പച്ചക്കറിയുടെ നനയും അവരെ ശുശ്രൂഷിക്കലും ഒക്കെ അങ്ങനെയായിട്ട് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. കണ്ട, വെള്ളക്കുട്ടി നല്ല രസമില്ലേ കാണാൻ? ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി വന്നിങ്ങനെ നിൽക്കും നമ്മുടെ അടുത്തേക്ക്. പിന്നെ നായ്ക്കളുടെ ശല്യമുള്ള കാരണം പുറത്തിറക്കി വിടാനൊന്നും പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറക്കി പറമ്പിലൊക്കെ നടക്കും. ഇതിപ്പോൾ അതൊന്നും പറ്റില്ല. ഓക്കെ, ബായ്.